ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും രേച്ചൂസ് കാക്കാസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൊരു വാഹനം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മുടെ ഒരു ഫേവറേറ്റ് ഫാമിലി കാറായിട്ടുള്ളൊരു വാഹനമാണ്. ഗ്രാൻഡ് ഐ10 നിയോസ് എന്ന് പറയുന്നൊരു വാഹനമാണ്. ഓഫർ കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, നമുക്ക് ഇയർ ബാക്കിൽ നമുക്ക് വരുന്ന കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് വാഹനങ്ങളുടെ ഒരു ഓഫേഴ്സ് ഞാൻ പറയുന്നതാണ്. ഹുണ്ടായി ഗ്രാൻഡ് ഐ10 നിയോസിൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. അതും ആസ്ത എന്ന് പറയുന്ന ഒരു ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ്. നമുക്കൊരു പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ടാണ് നമുക്കൊരു DRL ലൈറ്റ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ നമുക്കൊരു എയർ ഇൻടേക്കിൻ്റെ ഒരു ഭാഗവും നമുക്കിതിൽ വരുന്നതാണ്. ലുക്ക് തന്നെ കാണുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ലൊരു ഫാമിലി കാറാണ്. ഒരു പ്രീമിയം ടച്ചും കാര്യങ്ങളും നമുക്ക് എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു അത്യാവശ്യം വലിയൊരു ഗ്രില്ല്, നമ്മൾ ഹുണ്ടായിൽ ഇപ്പോൾ കാണുന്ന എല്ലാ വാഹനങ്ങൾക്കും ഗ്രില്ലിൽ ഭയങ്കര വലിയൊരു ഗ്രില്ല് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എയർ ഡാമും ഗ്രില്ലും കൂടി വലിപ്പത്തിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ് ഒരു ഗ്രില്ലാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹുണ്ടായുടെ ബാഡ്ജിങ് നമുക്കിതിൽ വരുന്നതാണ്. അപ്പോൾ സൈഡ് വ്യൂയിലേക്ക് വരുമ്പോഴും നമുക്കൊരു 15 ഇഞ്ചിൻ്റെ ഒരു അലോയ്സാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ആൻഡ് ക്രോം ഫിനിഷിംഗ് ഉള്ള ഒരു അലോയ്സാണ് വരുന്നത്. കുറച്ച് ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്, മഴയുടെ ടൈം ആയതുകൊണ്ടാണ്. ORVM വരുന്നതും ഒരു അഡ്ജസ്റ്റബിൾ ORVM ആണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടേണിംഗ് ഇൻഡിക്കേറ്ററും നമുക്കിതിൽ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ക്രോം ഫിനിഷിങ്ങിലുള്ള ഒരു ഡോർ ഹാൻഡിലാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ ഒരു റൂഫ് റെയിൽ ബ്ലാക്ക് ഫിനിഷിങ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഗ്രാൻഡ് ഐ10 എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് പോലത്തെ ഒരു ഭാഗം ഇതിൽ വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് നമ്മുടെ ഒരു LED ടെയിൽ ലൈറ്റ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഒരു കണക്റ്റഡ് ആയിട്ടൊരു ഭാഗം, ഈ ലൈറ്റിൻ്റെ ഭാഗം നമുക്കിതിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാൻഡ് ഐ10 എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. നിയോസ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. നമ്മളിത് ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആസ്ത എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ്. ഡിഫോഗർ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്, ഒരു ഷാർഫിൻ ആൻറ്റിന് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്, സ്റ്റോപ്പ് ലൈറ്റ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് റിവേഴ്സ് ക്യാമും നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി ഉള്ളൊരു ക്യാമും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബൂട്ട് സ്പേസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു ഫാമിലിക്ക് പറ്റിയ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ളൊരു ബൂട്ട് സ്പേസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 260 ലിറ്ററാണ് നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അതുപോലെ തന്നെ ഒരു പാർസൽ ട്രേ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു സ്പെയർ വീൽ വരുന്നത് 14 ഇഞ്ചിൻ്റെ ഒരു സ്പെയർ വീലാണ് നമുക്കിതിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രീമിയം ക്വാളിറ്റി കാര്യങ്ങളാണ്. ഈ ഒരു ബഡ്ജറ്റിൽ ഞാൻ പ്രൈസ് കാര്യങ്ങൾ ലാസ്റ്റ് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാം. ഫസ്റ്റ് ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡോർ പാനലിലേക്ക് തന്നെ ഫസ്റ്റ് പോകാം. നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 4 പവർ വിൻഡോസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ORVM അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്വിച്ച് നമുക്ക് ഇതിൽ വരുന്നതാണ്. 1 ടച്ച് മിററാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് 4 സ്പീക്കേഴ്സ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ആസ്റ്റയിൽ വരുമ്പോൾ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ നമുക്കിതിൽ വരുന്നത്. കാണുന്നതാണ് നമ്മുടെ ഗ്രാൻഡ് ഐ10 നിയോസിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം തന്നെയാണ് ഈ ഒരു ഇൻറ്റീരിയർ നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ഫിനിഷിംഗ് ഉള്ള ഒരു ഡാഷ്ബോർഡാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഒരു എലമെൻറ്റ് പോലത്തെ ഒരു ഭാഗം നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് AC വെൻ്റൊക്കെ കാണുമ്പോൾ നമ്മളൊരു പ്രീമിയം കാർസിൻ്റെയൊക്കെ അതേ ഒരു ടച്ചുള്ള ഒരു AC വെൻസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള ഒരു ഗ്ലോ ബോക്സും നമുക്കിതിൽ വരുന്നതാണ്. പിന്നെ ഈ ഒരു ഭാഗത്തും നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിങ് തന്നെയാണ് ഇതിലും ഡാഷിൽ വരുന്നത്. ഇൻഫോടൈം സിസ്റ്റമാണ്. നമ്മൾ കണക്റ്റഡ് ആയിട്ട് തോന്നിപ്പിക്കുമെങ്കിലും അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് ഇതിലും വരുന്നത്. ഒരു 8 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോടൈം സിസ്റ്റമാണ്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമ് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി ഉള്ളൊരു റിവേഴ്സ് ക്യാമാണ് നമുക്കിതിൽ വരുന്നത്. അപ്പോൾ തൊട്ട് താഴെ വരുമ്പോൾ നമുക്കൊരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ C പോർട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. USB പോർട്ട് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. 5 സ്പീഡ് മാനുവലാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഭാഗത്ത് സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്കൊരു ആംറസ്റ്റ് വെക്കാവുന്നതാണ്. അത് എക്സ്ട്രാ നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. സീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കൊരു ഫാബ്രിക് കുഷ്യനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു കംഫർട്ട് കാര്യങ്ങൾ നമുക്കൊരു സീറ്റിൽ വരുന്നതാണ്. സൈഡിൽ വരുമ്പോൾ നമുക്കൊരു ലെതർ ഫിനിഷിങ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നേക്കാണ്. ആസ്ത എന്ന് പറയുന്ന ഒരു വേരിയൻറ്റിലാണ്. നമുക്ക് സ്പോർട്സിൽ വരുമ്പോഴും ഇത്രയും ഭാഗങ്ങൾ നമുക്ക് സ്പോർട്സിലും വരുന്നതാണ്. നമുക്ക് വോളിയം കൺട്രോളിൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട്. മീറ്റർ കൺസോളിലേക്ക് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു സ്പോർട്ടി ആയിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു MID സ്ക്രീനും നമുക്കിതിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ആസ്തയിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്പോർട്സിലും ഈ ഒരു സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക് സീറ്റിലേക്ക് വന്നേക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഫാമിലി 3 പേർക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് സുഖസുന്ദരമായിട്ട് പോകാവുന്നൊരു വാഹനം കൂടിയാണ്. നല്ല അത്യാവശ്യം ലെഗ് സ്പേസ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. 3 ഹെഡ് റെസ്റ്റുകൾ നമുക്കിതിൽ വരുന്നുണ്ട്. ഒരു ബാക്കിൽ നമുക്കൊരു AC വെൻറ്റ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടും നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് വരുന്നതാണ്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം കാറ് തന്നെ നമുക്കിത് ഈ ഒരു വാഹനത്തിന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു സെഗ്മെൻറ്റിൽ K 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്, പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. നമുക്ക് സാധാരണ വാഹനങ്ങൾക്ക് 3 സിലിണ്ടർ ആണെങ്കിൽ ഒരു വരുന്ന വാഹനത്തിന് ഈ 1.2 നമുക്ക് 4 സിലിണ്ടറാണ് വരുന്നത്. 1 2 3 4 സിലിണ്ടറാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1797 cc ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. 83 bhp നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നതാണ്. 4 സിലിണ്ടർ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റിഫൈൻഡ് ആയിരിക്കും, അതുപോലെ തന്നെ റിലയബിൾ ആയിരിക്കും, നല്ല ഓടിക്കാൻ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഫണ്ണായിരിക്കും നമുക്കൊരു 4 സിലിണ്ടർ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു വാഹനമാണ് നമുക്ക് ഗ്രാൻഡ് ഐറ്റൻ നിയോസ് എന്ന് പറയുന്നൊരു വാഹനം. അപ്പോൾ എന്തായാലും മിസ് ചെയ്യരുത്. ഈ ഒരു വാഹനം ഒരു ഫാമിലി കാറും കൂടിയാണ്. ഇതിൻ്റെ സേഫ്റ്റി വരുന്നത് നമുക്കൊരു 6 എയർ ബാഗ്സ് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസാണ് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്. നമുക്ക് സ്പോർട്സിൻ്റെ പ്രൈസ് തന്നെ ഞാൻ പറയാം. സ്പോർട്സിൻ്റെ പ്രൈസ് വരുന്നത് നമുക്കിതിന് 1 lakh അപ് ടു ഓഫർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൺ റോഡ് പ്രൈസ് തന്നെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. നമുക്കൊരു 7,76,000 ഉണ്ടെങ്കിൽ നമുക്ക് സ്പോർട്സ് വേരിയൻ്റ് എന്ന് പറയുന്നൊരു വാഹനം ഇത്രയും സെയിം ഫീച്ചേഴ്സ് തന്നെ ആയിരിക്കും ആ സ്പോർട്സിലും വരുന്നത്. അപ്പോൾ നമുക്ക് ആസ്റ്റയിൽ വരുമ്പോൾ നമുക്ക് ഒരു 8,53,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് 8,53,000 രൂപയ്ക്ക് ഈ ഒരു ഫുൾ ലോഡഡ് ആയിട്ടുള്ളൊരു വാഹനം നമുക്ക് പുറത്തിറക്കാവുന്നതാണ്. നമുക്കൊരു 10,000 റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വാഹനം എത്രയും പെട്ടെന്ന് നമുക്ക് എടുക്കാവുന്നതും കൂടിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു വാഹനം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ വൈറ്റിലയിലെ പോപ്പുലർ ഷോറൂമിൽ നിന്നാണ് നമുക്ക് ഒരു വാഹനം കിട്ടിയത്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കാര്യങ്ങൾ ഞാൻ കൊടുക്കാം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു കാറ് ഓടിക്കാൻ ഭയങ്കര ഒരു ഫണ്ണാണ്. ഞാൻ നേരത്തെ പറയുന്നത് 4 സിലിണ്ടറാണ്. നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിൽ സ്വിഫ്റ്റ് ആണെങ്കിലൊക്കെ 3 സിലിണ്ടർ ഒരു വാഹനമാണെങ്കിൽ നമുക്ക് ഈ ഒരു 1.2 വരുമ്പോൾ നമുക്കൊരു 4 സിലിണ്ടറാണ് നമുക്ക് ഇതിൽ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇയർ ബാക്ക് വണ്ടികൾ ഇഷ്ടംപോലെ വണ്ടികൾ അവിടെ സ്റ്റോക്ക് കിടപ്പുണ്ട്. 2024 സ്പോർട്സ് കാറുകളാണ് കൂടുതൽ കിടക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആസ്തയും ഉണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.